എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സമയം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ഇടയായി തീർന്നതിന് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ടുവരുന്നതായ അല്ലെങ്കിൽ ഞാൻ കേട്ടുവരുന്നതായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മറ്റു കാര്യം ഞാൻ അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രകാരം പറയുന്ന വീഡിയോകളൊന്നും അങ്ങനെ യൂട്യൂബിൽ ഞാൻ ചെയ്യാറില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ എനിക്ക് വളരെ നാളുകളായി കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച്. വിഷയം മറ്റൊന്നുമല്ല, ദൈവമക്കളും വിശ്വാസികളും എന്നുള്ളത്. കാരണം ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്, ഞാൻ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്, മറ്റുള്ളവർ എന്നോട് ചോദിക്കാറുണ്ട്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസികളാണോ എന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ ആ ഒരു ചോദ്യം അത്ര ശരിയായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യർ ഓരോരുത്തരും ഓരോന്നിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പം ഈ സമൂഹത്തിൽ ഇറങ്ങി ആരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ, ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമെങ്കിലും സത്യത്തിൽ ഓരോരുത്തരും ഓരോരുന്നിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലേ? ദൈവവിശ്വാസികളാണ് എല്ലാവരും. അവരെ സംബന്ധിച്ച് എല്ലാവരും ദൈവവിശ്വാസികളാണ്, അല്ലേ? ഹൈന്ദവ വിശ്വാസമുള്ളവരുണ്ട്, ഇസ്ലാം മത വിശ്വാസികളുണ്ട്, നമ്മുടെ ചുറ്റുപാട് ബുദ്ധമത വിശ്വാസികളുണ്ട്, ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്നവരുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിനെ പോലെ തന്നെ ക്രിസ്തീയ സമൂഹത്തിൽ അനേകം മധ്യസ്ഥന്മാരെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാം വിശ്വാസികളാണ്. ഇപ്പം നമ്മൾ പറയുന്ന പോലുള്ള വിശ്വാസി അല്ലെങ്കിൽ അവരെല്ലാം വിശ്വാസികളാണ്. മറ്റൊന്ന് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, അവരങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും വിശ്വാസികളാണ്. എല്ലാവരെല്ലാം വിശ്വാസികളാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പൊതുവെ ചോദിച്ചു പോകുന്ന ചോദ്യം, പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ചിന്തിക്കും, ഇത്രയും നീട്ടിയൊക്കെ ചോദിക്കണോ? ഞാനൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, വിശ്വാസികളും ദൈവമക്കളും എന്നുള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കാനിരിക്കുന്ന ഒരു കാര്യം. കാരണം ഇത് രണ്ടും രണ്ടാണ്, ഒന്നിൽ തന്നെ രണ്ടാണിത്. നിങ്ങളിനി ഇതിനെയൊക്കെ വ്യാഖ്യാനങ്ങളിലേക്ക് പോയ മറ്റ് ഘടകങ്ങളിലേക്കൊക്കെ ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പം ദൈവമക്കൾ എന്നുള്ളതൊരു അധികാരമാണ്, അല്ലേ? ഇപ്പോൾ ഇതിലേക്ക് എന്നെ ചിന്തിപ്പിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അനേക ഇടങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു കാലത്ത് ഞാനും ഉപയോഗിച്ച ഒരു വാക്കാണ്. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പുൾപിറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസികളെ, മുന്നിലിരിക്കുന്ന ജനത്തെ നോക്കിയിട്ട് വിളിക്കുകയാണ് വിശ്വാസികളെ. തിരിച്ച് ഞങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കും സെഷനായ ദൈവദാസന്മാർ എന്ന് പറയും. അതെന്തും പറഞ്ഞോളൂ. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ പ്രസംഗിക്കുന്നവർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന് പറയുന്നവരാര്? അതിലേക്ക് വരുന്നതിന് മുമ്പേ എന്താണ് ദൈവമക്കൾ, എന്താണ് വിശ്വാസികളെന്നൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. പെട്ടെന്ന് ഞാൻ വരാം. ഒത്തിരി വിവരിച്ചൊന്നും പറയാനല്ല കേട്ടോ. അപ്പം തീർച്ചയായിട്ടും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാരാ? ദൈവമക്കളാണ്. ഒരു സഭയിൽ വരുന്നതിൽ ചില സഭകളിൽ വരുന്നവർ, ഇപ്പം ഞാൻ പറയാം, ഒരു പെന്തക്കോസ്റ്റൽ സഭകളിലൊക്കെ വരുന്നത് മിക്കവാറും അതിനകത്ത് വിശ്വാസികളുമുണ്ട്, ദൈവമക്കളും കാണും. മിക്കവാറുടെയെങ്കിലും, ഇപ്പോൾ പലയിടത്തും അങ്ങനെ ഇല്ല എങ്കിൽ പോലും വിശ്വാസികളും ദൈവമക്കളും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും അടച്ചങ്ങ് വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ദൈവിക നിയോഗം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വിശ്വാസികൾ എന്ന് പറയുന്നത്
അനേകരുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ചില ബസ്സുകളിലൊക്കെ കയറുമ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോകൾ നിരത്തി വെച്ചിരിക്കുന്ന കണ്ടിരിക്കും അല്ലേ? അതിൽ പല ഫോട്ടോകളുണ്ട്, പല ദൈവങ്ങളുടെയും ദേവദേവിമാരുടെയും ഒക്കെ ഫോട്ടോകളുണ്ട്. ഇനി ഞാൻ ഇച്ചിരി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ എന്ന് പറയപ്പെടുന്ന ഫോട്ടോയുണ്ട്. ക്രിസ്തീയതയുടെ ഇടയിൽ അറിയപ്പെടുന്ന മധ്യസ്ഥന്മാരുടെ ഫോട്ടോയുണ്ട്. ഹൈന്ദവരുടെ ദേവീദേവന്മാരുടെ ഫോട്ടോയുണ്ട്. മുസ്ലിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഫോട്ടോ ഇല്ലെങ്കിൽ അവരുടെ ഒരു ചന്ദ്രക്കലയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ വെച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളിലും ബസ്സുകളിലും ഒക്കെ പലയിടങ്ങളിലും നമുക്ക് കാണാം. അവരെ സംബന്ധിച്ച് അവർ വിശ്വാസികളാണ്. കാരണം അവർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും എന്തായിട്ടില്ല? ദൈവമക്കളായിട്ടില്ല. ദൈവമക്കളാകുന്ന ആരാ? യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഉള്ളവരെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. അവനെ കൈക്കൊള്ളുക എന്നതിന് പിന്നെ അനേകമായ അർത്ഥതലങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, കൽപ്പനകളുണ്ട്. നമുക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്തോ പറയാൻ വരുന്നതെന്ന്. അവനെ കൈക്കൊള്ളണം, അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം ഇല്ലേ? വിശ്വസിച്ച് സ്നാനപ്പെടണം. പിന്നെ ദൈവമക്കളായി തീരണമെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേൽക്കണം. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെയും മുദ്രയും ഒന്നും ഇപ്പോൾ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വിഷയമല്ല, വിഷയം ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന. പക്ഷേ അത് വേറൊരു കാര്യം, അത് ഇച്ചിരി കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ പലയിടത്തും പ്രസംഗിച്ച് കേൾക്കാറുള്ളത് പോലൊന്നും അല്ല ഞാൻ പറയാറുള്ളത്. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഈ ബൈബിളിൽ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത്, അപ്പം ദൈവമക്കൾ എന്ന് പറയുന്നതും വിശ്വാസികളെന്നും പറയുന്നതും രണ്ട് തലമാണ്. വിശ്വസിച്ച് ദൈവമക്കളാകാം, പക്ഷേ വിശ്വസിച്ച് കൊണ്ടേയിരിക്കും. അവർക്ക് പലരെയും വിശ്വസിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു പൊതു ഇടങ്ങളിൽ, സഭായോഗങ്ങളിൽ, കൂട്ടായ്മകളിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്, ദൈവദാസന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാർ തങ്ങളുടെ മുന്നിലിരിക്കുന്നവരെ വിശ്വാസികളെ എന്ന് വിളിച്ച് തരം താഴ്ത്തരുത്. അവർ ദൈവമക്കളാണ്. അവർ ദൈവദാസന്മാരാരാണ്? അവരും ദൈവമക്കളാണ്. ആ മുന്നിലിരിക്കുന്നവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അല്ലെങ്കിൽ നമ്മളെന്ന് ഞാൻ പറഞ്ഞതിപ്പം ആരും തമ്മിലൊരു വ്യത്യാസമില്ല. പിന്നെ ഓരോ ശുശ്രൂഷയ്ക്കായി ദൈവം ഈ ഭൂമിയിൽ ചിലരെ തിരഞ്ഞെടുക്കുന്നു. ചിലർക്ക് കൃപ കൊടുക്കുന്നു, ചിലർക്ക് വരം നൽകുന്നു. ചിലർ പാസ്റ്റേഴ്സായിട്ട്, ഉപദേശകന്മാരായിട്ട്, ടീച്ചേഴ്സായിട്ട്, പ്രവാചകന്മാരായിട്ട്, അങ്ങനെ പല തലങ്ങളിലേക്ക് നമുക്കറിയാമല്ലോ. ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ദൈവത്തിനും അറിയുന്ന ഏതൊരാൾക്കും അറിയാം. അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് വിളിച്ചു വേർതിരിച്ചു എന്നുള്ളേ ഉള്ളൂ. അതിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പദവി വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ലത്, അങ്ങനെ കിട്ടുമെങ്കിൽ ഓക്കെ. ഞാനത് ഇല്ലെന്നും ഉണ്ടെന്നും ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവരെന്ന്, അത് ഇന്നാരെന്നൊന്നുമില്ല. ഇതിപ്പം കേവലം ഒരു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവർ പോലും, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവർ പോലും യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവരും നീതിയിലേക്ക് തിരിക്കുന്നവരല്ലേ. അപ്പം ദൈവമക്കൾ എല്ലാവരും അതിന് യോഗ്യരാണ്. പിന്നെ ഇതൊക്കെ ഒരു വരമാണ്, കൃപയാണ്, ദൈവം തന്ന ദാനമാണ്. അതുകൊണ്ട് മുന്നിലിരിക്കുന്നവരെല്ലാം നോക്കിയിട്ട് എനിക്കൊന്നും ഇത് എവിടെ നിന്നാണ് കയറി വന്നതെന്ന് എനിക്കറിയില്ല. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലോ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയാണോ ഇത് വന്നതെന്ന് എനിക്കത്ര വ്യക്തതയില്ല. ആണെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. കാരണം പൗലോസ് പലപ്പോഴും യഹൂദ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും പഠിച്ചവനും പഠിപ്പിക്കുന്നവനും ഒക്കെ ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ പലപ്പോഴും മേധാവിത്വവും നേതാവും, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ യജമാനും ദാസന്മാരും എന്നൊരു ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശു ഇതൊക്കെ തിരുത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളൊരിക്കലും തൻ്റെ അപ്പോസ്തലന്മാരോട് നിങ്ങളൊരിക്കലും യജമാന്മാരെ പോലെ അല്ല പെരുമാറേണ്ടത്, ശുശ്രൂഷകന്മാരെ പോലെ അറിവുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ കാണുവരുന്ന വിശ്വാസികളെ എന്നുള്ള വിളി കേൾക്കുന്നവൻ തന്നെ എനിക്കെന്തോ ഒരു അരാജകം പോലെ, അവിടെ നിന്ന് വിളിക്കുന്നവരേതാണ്ട് വലിയ ആൾക്കാരെന്നുള്ള നിലയിലാണ് വിളി ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട ദൈവം മക്കളെ എന്നുള്ള സംബോധന നടത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ല. ദൈവത്തിനും അതാണ് ഇഷ്ടം. ഒരാളെ ദൈവ പൈതലെ, ദൈവമകനെ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം, അവനിലുണ്ടാകുന്ന പ്രത്യാശ, അവനിലുണ്ടാകുന്ന ബലം വലുതാണ്.
നാം വിശ്വാസിയെ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു ദൈവ പൈതലിനെ, ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളെ, ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ താല്പര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളെ നമ്മളിവിടെ നിന്നിട്ട് വിശ്വാസിയെ എന്ന് വിളിക്കുന്നതും ദൈവ പൈതലെ, ദൈവമകനെ, ദൈവമക്കളെ എന്നവരെ അഭിസംബോധന, ദൈവ പൈതലെ എന്ന് വിളിക്കുന്നതും തമ്മിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരു പക്ഷേ തകർന്നോ നിരാശയിലോ നിസ്സഹായതയിലോ ഒക്കെ ഇരിക്കുന്നവരെ ആ ഒരു സംബോധന കൊണ്ട് അവരെ കൂടുതൽ ഊർജ്ജസ്വലതയുള്ളവരാക്കുവാൻ, പ്രത്യാശയുള്ളവരാക്കുവാൻ, പ്രതീക്ഷയുള്ളവരാക്കുവാൻ ആ വാക്കുകൊണ്ടും ആ സംബോധന കൊണ്ടും നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ബോധമില്ലാത്തവരാണ് പലപ്പോഴും അങ്ങനെ. എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പറ്റാറുണ്ടെന്ന് ഞാൻ, പറ്റുന്നില്ല എന്നൊന്നും ഞാൻ പറയാറില്ല. പലപ്പോഴും അങ്ങനെ ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചു എന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുവനെ ദൈവ പൈതലി എന്ന് വിളിക്കുവാൻ നാം ശ്രമിക്കണം. വിശ്വാസം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തോന്നി ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞത്, ദൈവമക്കളുണ്ട്, വിശ്വാസികളുണ്ട്. വിശ്വാസികൾ അവരിങ്ങനെ വിശ്വസിച്ച് പോകും, യേശുവിലും വിശ്വസിക്കും, അനേകരിലും വിശ്വസിക്കും, എല്ലാത്തിലും വിശ്വസിക്കും. പക്ഷേ ദൈവം നമ്മുടെ മുന്നിൽ വരുന്നവർ തീർച്ചയായും ദൈവമക്കളാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാനൊന്നും ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും പറയാൻ വേണ്ടിയല്ല. ദൈവമക്കളും വിശ്വാസികളുമായിരിക്കുന്നവരെ ഇപ്പം മിക്കവാറും ഒരു കൺവെൻഷൻ ഒക്കെ ഇടങ്ങളിലൊക്കെ എല്ലാവരും വരും. കേവലം വിശ്വാസത്തിൻ്റെ പേരിൽ വരുന്നവരുണ്ട്. കാരണം വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ലഭിക്കും, അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കും, അതൊക്കെ ഒരു വിശ്വാസങ്ങളാണ്. സൗഖ്യം ലഭിക്കും, കർത്താവായ യേശുവിനുള്ള വിശ്വാസം, എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരും, എൻ്റെ ചുറ്റുപാടുകൾക്കൊരു മാറ്റം വരും, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസത്തിലൂടെ ഒരാൾ യേശുവിനെ കൈക്കൊണ്ട് ദൈവമകനായിത്തീരുമ്പോൾ അവൻ്റെ പദവി മാറി. പിന്നെ അവൻ ഈ ഭൂമിയിലുള്ളതല്ല, പിന്നെ അവന് ലഭിക്കുവാൻ പോകുന്ന, നഷ്ടപ്പെടുന്ന, നശ്വരമാകുന്ന, കൃമി അരിച്ചു കളയുന്ന, പുഴുക്കളരിക്കുന്ന, അല്ലെങ്കിൽ സ്വസ്ഥത കിട്ടാത്ത, സമാധാനം കിട്ടാത്ത, കഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന, പ്രശ്നനിബിഡമായ ഈ ലോകത്തിനേക്കാൾ ഉപരി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുവാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത് ലഭിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനെ പ്രാപിക്കുവാൻ തക്കോണം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമാണ്. വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയുന്ന പേരാണ് ദൈവ മകൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞത്, നാം ഒരാളെ, ഒരു സമൂഹത്തെ നോക്കി, അല്ലെങ്കിൽ നമ്മൾ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ നോക്കിയിട്ട് വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ അവരെന്തോ താണതായിട്ട് തോന്നുന്നില്ലേ? ഇനി നിങ്ങളുടെ മനസ്സിൽ മുന്നിൽ ഞാൻ ഏതാണ്ട് ശ്രേഷ്ഠനാണ്, ഇങ്ങനെ വിളിക്കുന്നവരെ പറ്റി പറയാം, ഞാൻ ഏതാണ്ട് ശ്രേഷ്ഠനാണ്, ഞാൻ ഏതാണ്ട് ഉയർന്നിരിക്കുന്നവനാണ് എന്നുള്ള ചിന്തയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് എന്ന നിലയിലാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ദൈവം അതിനൊക്കെ മറുപടി വിശുദ്ധ ബൈബിളിൽ തന്നിട്ടുണ്ട്. ഇനി തിയോളജി പഠിച്ചവരോ ദൈവശാസ്ത്രപരമായ ഉന്നത നിലയിലായിരിക്കുന്നവരോ ഒക്കെയാണ് അങ്ങനെ പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്കൊരു കാര്യം പറയാം, എല്ലാ ക്രിസ്തു തിയോളജിയും എല്ലാ ദൈവശാസ്ത്രവും ഉണ്ടായത് ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അടിസ്ഥാനം മാറാതെ മറ്റു പണികളൊക്കെ എങ്ങനെയും മാറിക്കോട്ടെ, പക്ഷേ അടിസ്ഥാനം മാറാതെ നിൽക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമല്ലേ? അതുകൊണ്ട് ദൈവമക്കളെ എന്ന് അഭിസംബോധന ചെയ്ത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ, ഏത് വിശ്വാസത്തെ, ക്രിസ്തുവിലുള്ള അടിസ്ഥാനത്തെയും അവരിലുള്ള പ്രത്യാശയം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവമക്കളുണ്ട്, വിശ്വാസികളുണ്ട്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ ഇതുവരെ വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളെന്നുള്ള പദവിയിൽ നിന്ന് ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് നിങ്ങൾ അടുത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ കേവല വിശ്വാസങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ നിത്യതയിലെത്താൻ കഴിയില്ല കേട്ടോ. കേവല വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസം കൊണ്ട് നിത്യതയിലെത്താൻ കഴിയില്ല. വിശ്വാസം കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ദൈവമക്കളായി തീരുവാൻ കഴിയും. ഒരുവൻ ദൈവമകനായെങ്കിൽ മാത്രമേ ദൈവമൊരുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന നിത്യജീവൻ, നിത്യത എന്ന് പറയുന്നത് രണ്ടുണ്ട് കേട്ടോ. ഈ ചിലരും അതുപോലെ നമ്മൾ പറഞ്ഞു പോലുള്ള മറ്റൊരു പേരാണ് നിത്യതയിൽ ഓഹരിക്കണം. നിത്യത രണ്ടുണ്ട്. ഒന്ന് നിത്യജീവനുണ്ട്, രണ്ട് നിത്യമരണമുണ്ട്. ഒരാളെ കേവലം നിത്യതയിൽ എത്തിക്കുവാനല്ല ഒരുവൻ ദൈവമകനാകുന്നത്, നിത്യജീവനിലേക്ക് എത്തപ്പെടുവാനാണ്. നിത്യനരകത്തിലേക്ക് എത്തുവാൻ വിശ്വാസിയായിരുന്ന് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാം, എല്ലാം അനുഭവിക്കാം. പക്ഷേ നാം നേടുന്നതൊക്കെയും ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ
ഒരു ദൈവമകനാണെങ്കിൽ മാത്രമേ, ഒരു ദൈവ പൈതലാണെങ്കിൽ മാത്രമേ നിത്യജീവനിലേക്ക് കടക്കത്തുള്ളൂ എന്നുള്ളത് വലിയ സത്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഒരാളെ ഞാൻ അനേകരിലത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരാളെ വിശ്വാസി എന്ന് വിളിക്കുന്നതിനേക്കാൾ വരെ ഒരാളെ അഭിസംബോധന ദൈവദാസ അല്ലെങ്കിൽ ദൈവ പൈതലേ എന്ന് വിളിക്കുമ്പോൾ അപ്പം പലപ്പോഴും ഞാൻ അതെങ്ങനെ ഒരാളെ പെട്ടെന്ന് വിളിക്കുന്നത്, വിശ്വാസി എന്ന് വിളിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ദൈവ പൈതലേ എന്ന് വിളിക്കുക, അല്ലേ, ദൈവമകനെ എന്ന് വിളിക്കുക. അല്ല ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവപൈതലേ എന്നൊക്കെ നമ്മൾ വിളിച്ച് അല്ല പൊതുസമൂഹത്തിലെങ്കിലും അങ്ങനെ വിളിച്ച് സംബോധന ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർ നിരാശയിലായിരിക്കാം, അവർ എന്തെങ്കിലുമൊക്കെ ചിന്തകളിലായിരിക്കാം. ഇന്നത്തെ ലോകം കലുഷിതമാണ്. ഞാൻ കാണുന്നവരും എന്നിലും ഒക്കെ അനേക പ്രശ്നങ്ങൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ അത് ഒത്തിരി കാര്യങ്ങളാണ്. സമാധാനമില്ല, മനസ്സിനൊരു സ്വസ്ഥതയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത അത് പലരുടെയും ഉള്ളങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളവരെ ദൈവമക്കളെ എന്ന് വിളിക്കുമ്പോൾ അവരിലൊരു പ്രത്യാശ വർദ്ധിക്കുന്നത് നമുക്ക് കണ്ടറിയുവാൻ കഴിയും. ദൈവത്തോട് അവർക്ക് കൂടുതൽ നിൽക്കും. ഞാനൊരു ദൈവപൈതലാണല്ലോ, ഞാനൊരു ദൈവമകനാണല്ലോ, ഞാൻ ദൈവപൈതലാണല്ലോ എന്നുള്ള ചിന്ത അവരെ ഉത്സാഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരെ ഒന്നുകൂടെ ബലപ്പെടുവാൻ തക്കണം ഇടയായിത്തീരും. തീർച്ചയായിട്ടും അതിന് ദൈവം നമ്മളെയൊക്കെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തമ്മിൽ അങ്ങനെ നമുക്ക് അഭിസംബോധന ചെയ്യാം. പ്രത്യേകിച്ച് ഞാൻ കാണാറുള്ള കാര്യം, എന്തൊക്കെയോ പ്രത്യേകതകളുള്ളവരായിട്ട് തോന്നും. ഒരാളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമേ അവന് ആ പ്രത്യേകതയുള്ളൂ. അത് കഴിഞ്ഞാൽ അവനും സാധാരണ മനുഷ്യനാണ്. ഇനി എത്ര വലിയ ദൈവദാസനായിക്കോട്ടെ, പാസ്റ്റർ ആയിക്കോട്ടെ, പ്രവാചകനായിക്കോട്ടെ, കർത്താവ് അവരെ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അതൊരു ശ്രേഷ്ഠതയുണ്ട്. പലരും പല ദൈവവചനത്തെ വ്യാഖ്യാനിച്ചൊക്കെ കാണാറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും വിശ്വാസികളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസികളായിരുന്നു കൊണ്ട് ഒരു ദൈവമകനായി തീരുവാൻ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവമകനായി തീരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പൗലോസ് പറയുന്നത് പോലെ ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആകണമെന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും എല്ലാവരും ദൈവമക്കളായി തീരണം എന്ന് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കല്ല പറഞ്ഞു വന്നതെങ്കിലും പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്നുള്ളൂ. തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് ദൈവദാസന്മാരോടാണ്, അല്ലാതെ അങ്ങനെ സംഭവം ചെയ്താണ്. വിശ്വാസികളെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ഒരു പക്ഷേ അവർ എന്നൊക്കെ പറയും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, പലരും പല വിശ്വാസികളാണ്, പലതിലും വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നീ വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല ഈ ലോകത്തിൽ. അതാണ് എൻ്റെ ചിന്ത. അല്ല, നിങ്ങൾക്കൊക്കെ വേറെ ചിന്തകളുണ്ടെങ്കിൽ അതാണ് ശരി എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ചിന്ത ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളിത് അംഗീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അംഗീകരിക്കാം. എൻ്റെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റാരിലേക്കെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റുള്ളവർക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. എന്നിടയ്ക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, മറ്റുള്ളവരിലെ ക്രിസ്തുവിലുള്ള ബലം വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് വരുവാൻ എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും അതിനുത്സാഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വീണ്ടും കാണുവരെയും ദൈവം നമ്മളെ എവിടെയായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.